എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തെ അന്വേഷിച്ചാൽ അവിടുന്ന് പ്രതിഫലം കൊടുക്കും. മറ്റൊരു സ്വാഭാവിക വാഗ്ദത്തം. എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കുക? എന്ത് പ്രതിഫലമാണ് ദൈവം കൊടുക്കുക? ഇവ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ വലിയൊരു പഠനം തന്നെ ആവശ്യമാണ്. ദൈവത്തെ അന്വേഷിക്കണമെന്ന പദം അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വം അന്വേഷിക്കണമെന്നല്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് ആദ്യം തന്നെ പറയുന്നു. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നത് ബൈബിളിൻ്റെ നിർവചനപ്രകാരം വിശ്വാസമല്ല. നമ്മുടെ പരിമിതികൾ കൊണ്ട് കാണാനോ ഉൾക്കൊള്ളാനോ പൂർണ്ണമായി മനസ്സിലാക്കാനോ കഴിയാത്തതിനെ അംഗീകരിക്കുന്നതാണ് ബൈബിളിലെ വിശ്വാസമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാൾക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അന്വേഷിക്കാൻ കഴിയുകയില്ലല്ലോ. ആകയാൽ സകലത്തിനും കാരണഭൂതനായ ദൈവത്തെ അംഗീകരിക്കണം. ദൈവം പ്രപഞ്ചത്തിൽ നിയമങ്ങൾ വച്ചിട്ടുണ്ട്. ജീവൻ്റെ നിയമം അതിലൊന്നാണ്. ദൈവത്തിന് മാത്രമേ ജീവൻ സൃഷ്ടിക്കാൻ കഴിയൂ. ജീവൻ സൃഷ്ടിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളും ഘടകങ്ങളും ഒരുമിപ്പിക്കാനും ആ ജീവൻ വളർച്ച പ്രാപിക്കാൻ ആവശ്യമായ നിയമം കൽപ്പിക്കാനും ദൈവത്തിന് മാത്രമേ കഴിയൂ. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉള്ളതിനെപ്പോലെ വിളിച്ചു വരുത്താനും ദൈവത്തിന് മാത്രമേ കഴിയൂ. ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അന്വേഷിക്കുന്നവർക്കാണ് ദൈവം പ്രതിഫലം കൊടുക്കുന്നത്. ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് വാഗ്ദത്തം ലഭിച്ചെങ്കിൽ ആ പ്രതിഫലം പ്രാപിക്കാൻ നാം എത്രമേൽ ഉത്സാഹിക്കണം. അലസർക്കല്ല, അന്വേഷിക്കുന്നവർക്കാണ് പ്രതിഫലം. അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നന്നായി ചെയ്യാനാണ്. ദൈവത്തെ, അവിടുത്തെ ഹിതത്തെ അന്വേഷിച്ചറിഞ്ഞ് നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവം ശ്രേഷ്ഠവും ഉന്നതവുമായ പ്രതിഫലങ്ങൾ നൽകുന്നു. ഒരിക്കലും നശിക്കാത്ത പ്രതിഫലം പ്രാപിക്കുന്നത് കൊണ്ട് നാം കൂടുതൽ സന്തോഷത്തോടെ പ്രവർത്തിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.